Hi students, welcome to Compass International. നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ഇറ്റലിനെ കുറിച്ചുള്ള അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് അതിൻ്റെ സ്കോളർഷിപ്പ് പ്രൊസീജിയർ അല്ലെങ്കിൽ വിസ പ്രൊസീജിയർ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 ബാച്ചിലേഴ്സ് അഡ്മിഷനിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബാച്ചിലേഴ്സിലേക്ക് ഇറ്റലിയിലേക്ക് അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾക്ക് നോർമലി മിക്ക യൂണിവേഴ്സിറ്റീസ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വയ്ക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡെൻറ്റിസ്ട്രി അല്ലെങ്കിൽ MBBS പ്രോഗ്രാം ആണെങ്കിൽ ഐമാറ്റ് എന്ന് പറഞ്ഞ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. കുട്ടികൾ അതും കൂടെ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ MBBS അല്ലെങ്കിൽ ഡെൻറ്റിസ്ട്രിയിലേക്ക് ഇറ്റലിയിലേക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അതേപോലെ ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് സാറ്റ്, സ്കോളസ്റ്റിക് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയും. ഇത് നിങ്ങളുടെ മാത്സ് അതോടൊപ്പം ലോജിക്കൽ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അതേപോലെ ഒരു ടോൾക്ക് എന്ന് പറഞ്ഞൊരു എക്സാമും കൂടെ ഉണ്ടായിരുന്നു. നോർമലി ടോൾക്ക് എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എക്കണോമിക്സ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസിനൊക്കെ പോകുന്ന കുട്ടികൾ എഴുതുന്ന ഒരു ഓൺലൈൻ അസസ്മെൻറ്റ് ടെസ്റ്റ് ആയിരുന്നു ടോൾക്ക്. റീസെൻ്റ്ലി നവംബർ 2025 മുതൽ ഈ ടോൾക്ക് എന്നുള്ളൊരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുണ്ട്. മിക്ക യൂണിവേഴ്സിറ്റീസും ടോൾക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. പകരം ഉള്ള ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് സെൻറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് സെൻറ്റ് എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെൻറ്റ് എക്സാം എന്ന് പറയുന്നത് സിസിയ എന്ന് പറഞ്ഞ ഒരു കൺസോർഷ്യമാണ് ഇറ്റലിയിൽ കൺട്രോൾ ചെയ്യുന്നത്. സിസിയ ഈസ് നത്തിങ് ബട്ട് ഒരു ഇറ്റാലിയിലുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു കൺസോർഷ്യമാണ്. സെൻറ്റ് എക്സാം ആക്ച്വലി ടോട്ടൽ നമുക്ക് 55 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ 55 ക്വസ്റ്റ്യൻസ് 5 സ്ട്രക്ചർ, അതായത് 5 സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ് ആ 5 സബ്ജക്ട്സ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ലോജിക്കൽ റീസണിങ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇങ്ങനെ 5 സ്ട്രക്ചേഴ്സാണ് ഈ ഒരു എക്സാമിൻ്റെ പോർഷൻസ് കവർ ആവുന്നത്. എക്സാമിനേഷൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 110 മിനിറ്റ്സ് ആണ്. ഇതിൽ മാത്സും ലോജിക്കൽ റീസണിങ്ങും 15 മാർക്സ് ഈച്ച്, അതേപോലെ ബയോളജി ആൻഡ് കെമിസ്ട്രി 10 മാർക്സ് ഈച്ച്, ഫിസിക്സ് 5 മാർക്സ് ഈച്ച്. അങ്ങനെ ടോട്ടൽ 55 സ്കോറിങ്സ് ആണ് വരുന്നത്. മാത്സിൻ്റെ, അതായത് മാത്സിന് നമ്മൾ പറഞ്ഞു 15 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ് ഡ്യൂറേഷനാണ്. മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് രണ്ടും 15 ഈച്ച്, 30 മാർക്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സോടെയാണ് വരുന്നത്. അതേപോലെ ബയോളജി ആൻഡ് കെമിസ്ട്രി ഈച്ച് 10 സ്കോറിങ്ങിൽ 20 മിനിറ്റ്സ് ഡ്യൂറേഷൻ. അതേപോലെ ഫിസിക്സ് വരുമ്പോഴത്തേക്കിനും 5 ക്വസ്റ്റ്യൻസ് വിത്ത് 10 മിനിറ്റ് ഈച്ച്. സോ അങ്ങനെ വരുമ്പോൾ ടോട്ടലി 110 മിനിറ്റ്സ് ആണ് എക്സാമിനേഷൻ ഡ്യൂറേഷൻ വരുന്നത്. സെൻറ്റ് എക്സാമിനേഷൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്കോറിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ യുവർ റിസൾട്ട്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസേഴ്സ് ചെയ്തു എന്നുള്ളതിന് ഡിപ്പെൻഡാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ അതിന് 1 മാർക്ക്. ഏതെങ്കിലും ആൻസേഴ്സ് നമ്മൾ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ there won't be any mark. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ റോങ് ആയിട്ടാണ് മെൻഷൻ ചെയ്തതെങ്കിൽ 0.25 നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ പല യൂണിവേഴ്സിറ്റീസിന് പ്രത്യേകിച്ച് അങ്ങനെ ഇത്ര മാർക്സ് വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ നോർമലി യൂണിവേഴ്സിറ്റീസ് ആരും സെറ്റ് ചെയ്തിട്ടില്ല. എന്നാലും ഔട്ട് ഓഫ് 55 ഒരു 25 to 30 കിട്ടുകയാണെങ്കിൽ നോർമലി യൂണിവേഴ്സിറ്റീസ് ആ സ്കോർ വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യും. സെൻറ്റ് എക്സാമിനേഷൻ്റെ ബുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 4 പീരീഡാണ്. മാക്രോ പീരീഡ് എന്ന് നമ്മൾ പറയും. അതിൽ വിൻ്റർ പീരീഡ് വരുന്നുണ്ട്. വിൻ്റർ പീരീഡ് എന്ന് പറയുന്നത് ഈ ഡിസംബർ ടു ജാനുവരി ആണ്. പിന്നെ ഏർലി സ്പ്രിങ് വരുന്നുണ്ട്. ഏർലി സ്പ്രിങ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് ആണ്. പിന്നെ വരുന്നത് ലേറ്റ് സ്പ്രിങ്. ലേറ്റ് സ്പ്രിങ് എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മെയ് ജൂണൊക്കെയാണ്. പിന്നെ ഫോൾ വരുന്നുണ്ട്. ഫോൾ എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. ഇങ്ങനെ 4 പീരീഡായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബുക്കിംഗ്. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ മാസവും ഇതിന് ബുക്കിംഗ് വരുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് മാക്സിമം ഒരു ഏർലി സ്പ്രിങ്, അതായത് ഈ ഫെബ്രുവരി മാർച്ചിനുള്ളിൽ തന്നെ മാക്സിമം ബുക്കിംഗ് കുട്ടികൾ ചെയ്യുക. സെപ്റ്റംബർ 2026 നോക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു ലേറ്റ് സ്പ്രിങ് അല്ലെങ്കിൽ ഫോളിലേക്കൊക്കെ വരുമ്പോൾ പല അഡ്മിഷൻ റിക്വയർമെൻറ്റും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഡെഡ് ലൈൻസും ഫിൽ ആയിട്ടുണ്ടാകും. സോ ആ ടൈമിൽ നമ്മൾ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2026 അത് പോസിബിൾ ആയിരിക്കില്ല. പിന്നെ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് €55 ആണ്. ഇന്ത്യൻ എമൗണ്ട് ഏകദേശം 5000
5500 6000 അപ്രോക്സിമേറ്റ്ലി ആ ഒരു ഫിഗർ വരും. പിന്നെ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് ഇതിന് ലിമിറ്റ് ഉണ്ടോ, കാരണം ഫസ്റ്റ് എക്സാമിൽ ഏകദേശം മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് എടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നോർമലി കുട്ടികൾ ഇൻ കേസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആവാറുണ്ട്. വൈ? ബിക്കോസ് ആ എക്സാമിനേഷൻ ബുക്ക് ചെയ്യുമ്പം തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് അത്യാവശ്യം കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓൾമോസ്റ്റ് 90% കുട്ടികൾ സക്സസ് ആവാറുണ്ട്. വേഴ്സ് സിനാരിയോ ഇനിയിപ്പോൾ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ആണെങ്കിൽ കുട്ടികൾ പാസ്സാവാറുണ്ട്. സോ ഇനി എങ്ങനെയാണ് നമുക്ക് എക്സാം ബുക്കിംഗ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സിസിയ, അതായത് CISIA എന്നുള്ള വെബ്സൈറ്റിൽ പോവുക, ലോഗിൻ ചെയ്യുക, then select your university, then pay 55 euro. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് എക്സാമിനേഷന് ബുക്കിംഗ് എടുക്കാം. ഈ എക്സാമിനേഷൻ ബുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ അവർ ചോദിക്കും ഏതൊക്കെ യൂണിവേഴ്സിറ്റി, കാരണം എല്ലാ യൂണിവേഴ്സിറ്റിയിലും സെൻറ്റ് എക്സാം ഇല്ല. സോ ഇഫ് യുവർ പ്രിഫേർഡ് യൂണിവേഴ്സിറ്റി ഈസ് ദെയർ ഇൻ ദാറ്റ് ലിസ്റ്റ്, ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. ഇനി എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് സെൻറ്റ് എക്സാം ആക്സെപ്റ്റ് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി ഓഫ് സപ്പിയൻസ, യൂണിവേഴ്സിറ്റി ഓഫ് പഡോവ, യൂണിവേഴ്സിറ്റി ഓഫ് മിലാനോ, യൂണിവേഴ്സിറ്റി ഓഫ് ട്രെൻറ്റോ, ഇങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസാണ് ബേസിക്കലി ഇപ്പോൾ സെൻറ്റ് മാൻഡേറ്ററി ആയിട്ട് നോക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. സോ ഇതിന് ഇനി ഫർദറായിട്ട് എന്തെങ്കിലും ഗൈഡൻസോ അസിസ്റ്റൻസോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പസ് ഇൻ്റർനാഷണലിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.